വർഷം 2026 ആവാനായിട്ടുണ്ടെങ്കിലും പുതിയ തലമുറനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ് നമ്മളെ പഴയ അമ്മമാർ. ഞാൻ ഈ ചാനലിൽ ഇസ്ലാമിക് വീഡിയോസും നിയമങ്ങളും കാര്യങ്ങളും പലപ്പോഴും പറയലുണ്ടെങ്കിലും നമ്മളെ നാട്ടിൽ കേരളത്തിൽ എത്ര ആൾക്കാർ ഇസ്ലാമിക്കായി നടക്കുന്നുണ്ട്, എത്രത്തോളം അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്നൊക്കെ ഒന്ന് പുറത്തിറങ്ങിയാൽ പലർക്കും മനസ്സിലാവും. സോ എൻ്റെ വീഡിയോസും അതിനനുസരിച്ചുള്ള ടോണിലായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാകുക. ശരി കണ്ടാൽ ശരി പറയും, തെറ്റ് കണ്ടാൽ തെറ്റ് പറയും. അത് നമ്മൾ ലൈഫ് സ്റ്റൈൽ ബേസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇന്നത്തെ വിഷയം അമ്മായിയമ്മയും മരുക്കളും. പണ്ടൊക്കെ ഫാമിലിയിലൊക്കെ എന്ന് വെച്ചാൽ ഈ അമ്മായിമ്മമാർക്ക് ഭയങ്കര ഒരു പവറുള്ള ആളായിരുന്നു. അതായത് ഈ അമ്മായിമ്മ എന്ന് പറയുന്നത് മോൻ്റെയും ഓൻ്റെ ഭാര്യൻ്റെയും കാര്യത്തിൽ ഭയങ്കരമായി ഇടപെട്ട് സംസാരിക്കുന്ന സ്വഭാവം ഉള്ള ഒരാളായിരുന്നു. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ കണ്ടതിൽ ഭൂരിപക്ഷം പേരും അങ്ങനെ ആയിരുന്നു. എന്നാൽ ഈ ഒരു സമ്പ്രദായത്തെ മൊത്തം മാറ്റിമറിച്ചാണ് ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ. മോഡേൺ ഫെമിനിസം പാറിപ്പറക്കുന്ന ഈ കാലത്ത് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഇഷ്ടങ്ങളും പ്രാധാന്യം കൊടുക്കുന്ന ഈ സമയത്ത് മരുമോളും മെക്കിട്ട് കയറിയാൽ അമ്മായിയമ്മയും മോനും ഒക്കെ കോടതി കയറേണ്ടി വരും എന്നതാണ് സത്യം. ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് സപ്രഷൻ്റെ പേരിൽ അങ്ങനെ പലതും നടക്കുന്നുണ്ട്. ഡിവോഴ്സ് റേറ്റ് കൂടുന്നതും അവിഹിത ബന്ധങ്ങൾ ഓൺലൈനായിട്ടാണെങ്കിലും കൂടുന്നതും സ്വന്തം വീട്ടിലെ അന്തരീക്ഷങ്ങൾ പ്രോപ്പറായിട്ടല്ലാത്തത് കൊണ്ട് തന്നെയാണ്. കെട്ടിയ ഭർത്താവിന് ഇതിൽ പങ്കുണ്ട്. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ നല്ല രീതിക്ക് തന്നാൽ കഴിയുന്ന വിധം നോക്കുകയും അവളുടെ ആവശ്യങ്ങൾ അത് അത്യാവശ്യമുള്ളതാണെങ്കിൽ ഉറപ്പായും ചെയ്തു കൊടുക്കേണ്ടതും ആണിൻ്റെയും ഉത്തരവാദിത്തമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ അമ്മായിയമ്മയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇന്നത്തെ കാലത്ത് പല അമ്മായിയമ്മമാരും ചില്ല് വൈബ് ആയതുകൊണ്ട് പല മരുക്കളും ഹാപ്പിയാണ്. എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് അടക്കി ഭരണം നടത്തുന്ന അമ്മായിയമ്മമാരോടാണ്. ആദ്യം തന്നെ പറയാനുള്ളത്, യു ആർ ഡിസ്ട്രോയിങ് യുവർ ഓൺ വാല്യൂ. നിങ്ങളുടെ വില നിങ്ങളായിട്ട് നശിപ്പിക്കുകയാണ്. ഇന്നത്തെ മോഡേൺ കാലത്ത് പവറും വാശിയും കൊണ്ടല്ല മരുമക്കളെ കയ്യിലെടുക്കേണ്ടത്, സ്നേഹവും ഉത്തരവാദിത്വവും ആവശ്യത്തിന് സപ്പോർട്ടും കൊണ്ടാണ്. ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും വീഴാവുന്ന ശരീരമാണ്. ഉള്ളിൽ എന്തൊക്കെ വലിയ സൂക്കേടുണ്ടോ, കിടപ്പിലായി പോകുമോ ഒന്നും പറയാൻ പറ്റാത്ത കാലമാണ് എന്നും ഓർക്കുക. ഒന്ന് വീണ് പോയാൽ ഇവരൊക്കെ തന്നെ നോക്കാനുണ്ടാവും. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കാപത്ത് കാലത്ത് മാപ്പത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നു, അങ്ങനെ എന്തോ. എന്തായാലും അതിൻ്റെ പൊരുൾ പറയാം. നമ്മൾ പവറും കഴിവും ഒക്കെ ഉള്ള സമയത്ത് എല്ലാവരോടും നല്ല രീതിക്കൊക്കെ നിന്ന് സ്നേഹത്തിൽ കഴിഞ്ഞ് എല്ലാവരെയും നേർവഴിക്കൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റിക്കിടക്കുന്ന കാലത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇനി ആരുമില്ലേൽ പടച്ചോ ഉണ്ടാവും. അള്ളാഹു നീതിമാനാണ്. നിങ്ങളൊരൊറ്റ കാര്യം ആലോചിക്കുക. കുറഞ്ഞ കാലത്തെ പരിചയത്തിൻ്റെ പുറത്താണ് മറ്റൊരു വീട്ടിലെ പെൺകുട്ടി നിങ്ങളെയും നിങ്ങളെ മകനെയും വിശ്വസിച്ച് നിങ്ങളുടെ വീട്ടിൽ പാർക്കാൻ വരുന്നത്. നിങ്ങളുടെ സ്വന്തം മകളാണ് ഈ സാഹചര്യത്തിലെങ്കിൽ ഓക്ക് നല്ലത് വരാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കൂ. ഇപ്പോൾ ധാരാളമായി വേണ്ട ഒരു സ്കില്ല് കൂടിയാണ് ഈ എമ്പതി എന്ന് പറയുന്നത്. എമ്പതി എന്ന് വെച്ചാൽ മറ്റൊരാളുടെ അവസ്ഥയിൽ നമ്മൾ സ്വയം കാണുക. എത്രത്തോളം ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ അവരുടെ സ്വഭാവം നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിലും സമാധാനത്തിൽ ഒരു ഉമ്മ സ്നേഹത്തിൽ പറയുന്നത് പോലെ പറഞ്ഞ് മനസ്സിലാക്കുക. ഭർത്താവിനൊപ്പം കുറച്ചധികം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യട്ടെ. ചെറുപ്പത്തിൽ നിങ്ങൾക്കും ഇഷ്ടമുള്ള കേസായിരുന്നല്ലോ അതൊക്കെ. ഓർക്കുക, ഏകദേശം നിങ്ങളുടെ മകൻ്റെ പ്രായമേ അവൾക്കുള്ളൂ. ഭയങ്കര ബുദ്ധിയും വിവരവും ഒന്നും ഉണ്ടാവില്ല. സമാധാനത്തിൽ പറഞ്ഞ് പഠിപ്പിച്ച് നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. അത് വിചാരിച്ച് ഉപദേശപ്പെട്ടി ആവരുത്. പക്ഷേ ബി ലൈക്ക് എ ഗുഡ് ഫ്രണ്ട്. ഓപ്പൺ അപ്പ് യുവർ ഹാർട്ട് വിത്ത് ലവ് ആൻഡ് ദേ വിൽ ഡു ദ സെയിം. കാരണം അങ്ങനെയാണ് ഒരു സമാധാനമുള്ള സ്നേഹമുള്ള ഒരു ഇടമായിട്ട് നമ്മളെ വീട് മാറുക. ഇത് നിങ്ങളുടെ അമ്മായിമ്മ അല്ലെങ്കിൽ ഉമ്മക്ക് അയച്ചു കൊടുക്കുക. ചിലപ്പോൾ ആരും പാവത്തിന് ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. ഇനി അവർ ശ്രദ്ധിക്കട്ടെ. ഈ വീഡിയോയിൽ കുറേ അമ്മായിമ്മക്കുള്ള ക്ലാസ്സായിനി. ഇനിയും മരുമോക്കും മോനും വാപ്പക്കും ഒക്കെ ഉള്ള എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ ക്ലാസ്സുകളും ഞാൻ വരും വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കുടുംബത്തിന് ഇത് ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോസ് കാണുന്നത് വരെ ജസാഖുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും.